മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു പാലപ്പം പൂ ഉണ്ടാക്കിയാലോ? പാലപ്പം കൊണ്ട് പൂ പോലെ ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാം. ആദ്യം നമുക്ക് അരി വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചെടുക്കാം. എന്നിട്ട് അതിനകത്ത് കുറച്ച് തേങ്ങാപ്പാലും ചേർത്ത്, തേങ്ങാപ്പാലിനകത്ത് വേണം ഈ കലക്കി എടുക്കാൻ കേട്ടോ. ഈ പാകമായിരിക്കണം അരച്ചിട്ട്. നമുക്ക് എന്നിട്ട് അത് ചട്ടിയിൽ കോരി ഒഴിച്ച് എടുക്കാം. പൂ പോലെ ഉണ്ടാക്കാം. ഞാനത് പൂ പോലെ ഉണ്ടാക്കി കണ്ടോ. നമുക്ക് അത് എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കാം. അത് ഒട്ടിപ്പിടിക്കേണ്ടതല്ല. എന്നിട്ട് നമുക്കത് ഇതിലേക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് അടുത്തതും അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. നമുക്ക് എന്നും ഒരു സൈസ് അപ്പം തന്നെ നിന്നാലൊരു മടുപ്പ് വരൂലേ. നമുക്കിന്നൊന്ന് മാറ്റി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്കത് പൂവിൻ്റെ ഷേപ്പാണ്. കുട്ടികളൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടും, കുട്ടികളും വലിയവരും ഒക്കെ. ഷേപ്പ് മാറാമെങ്കിൽ നമുക്ക് ആ ഷേപ്പ് ഒന്ന് മാറ്റി നോക്കാം. വേവട്ടെ. ഇതാ ഇന്നും ഉണ്ടാക്കിയെടുത്ത കണ്ടോ. നമുക്ക് അപ്പോൾ അതിനൊരു കറി വേണ്ടേ? നമുക്ക് കറി ഉണ്ടാക്കാം. എന്താ കറിയെന്ന് അറിയണ്ടേ? കപ്പളങ്ങ ഇല്ലേ, കപ്പളങ്ങയും മമ്പയറും കൂടെ കറി വെച്ചത്, വൻപയറും കൂടെ കറി വെച്ചത് കണ്ടോ. കണ്ടോ, വൻപയറും കപ്പളങ്ങയും കൂടെ കറി വെച്ചത്. എന്ത് കറിയും നമുക്ക് കൂട്ടാൻ കേട്ടോ. ഇറച്ചി, മീൻ, മുട്ട, ബീൻസ് എല്ലാം നമുക്കിഷ്ടമുള്ള കറികൾ കൂട്ടാം. പാലപ്പം പൂവപ്പം ആക്കിയത്. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. അപ്പത്തിൻ്റെ ഷേപ്പ് കാണുമ്പം എല്ലാവരും കഴിക്കും. നല്ല പൂവിൻ്റെ കണ്ടോ. ഞങ്ങളൊരു ദിവസം ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഇതാണ് ഉണ്ടാക്കിയത്. 100 ആളോളം ഉണ്ടായിരുന്നു. ഞാനിത് ഉണ്ടാക്കി കൊടുത്തപ്പോൾ എല്ലാവരും ചോദിക്കുക, ഇതിൻ്റെ അച്ച് ഇവിടെ ഉണ്ടോ, ഇതിൻ്റെ അച്ച ഇവിടെ വാങ്ങാൻ കിട്ടുന്നത്. ഇതിന് അച്ചൊന്നും ഇല്ല കേട്ടോ, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതല്ല, അച്ചൊന്നും ഇല്ലാണ്ട്. എന്താ ശരിക്കും പൂവിൻ്റെ ഷേപ്പല്ലേ. നമുക്കതുപോലെ അടുത്തതും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഈ പാകമായിരിക്കണം കണ്ടോ. അധികം കുറുകിയും പോകരുത്, അധികം നീണ്ടും പോകരുത്. കണ്ട
അതും കൂടി വെച്ച് കൊടുക്കാം. വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് പൂവപ്പം കൂട്ടി കപ്പളങ്ങാക്കറി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കിയാലോ? കഴിക്കാം. കണ്ടോ, വലിയ കനമില്ല. കണ്ടോ, ഇത്രയും കനമേ ഉള്ളൂ അപ്പത്തിന്. കഴിക്കാം. ആരെങ്കിലും കൂടുന്നുണ്ടോ? കപ്പളങ്ങയും വൻപയറും കൂടെ കറി വെച്ചത്. പൂവിൻ്റെ അതള് കണ്ടോ? നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അന്നേരേ നമ്മളിങ്ങനെ അടുക്കി വെച്ചാൽ ഒട്ടത്തില്ല, മറിച്ചിട്ട് കൊടുത്താൽ. ഇപ്പം ഇത് ഒട്ടുമില്ലല്ലോ. മറ്റേ ഒന്നേലൊന്നേ ഇങ്ങനെ എടുക്കുമ്പം ബുദ്ധിമുട്ടായിരിക്കും. ഇത് കണ്ടോ, ഒരൊട്ടലും ഇല്ല. നല്ല എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. പാലപ്പം പൂവപ്പം ഉണ്ടേ, അതിൻ്റെ പൂവിൻ്റെ അതേ ഇതളല്ലേ. ഞാൻ മുമ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നു, 2020. വൻപയറും കപ്പളങ്ങയും കൂടെ കറി വെച്ചത്. അരി ഇതാ ഇങ്ങനെ അരച്ച ഈ പാകത്തിലാകണം. കണ്ടോ, അരി വെള്ളത്തിലിടാൻ എല്ലാവർക്കും അറിയാമല്ലോ, പിന്നെ അത് പ്രത്യേകിച്ച് കാണിക്കണ്ടല്ലോ. അരി വെള്ളത്തിലിട്ട് കൊതുത്തിട്ട് അത് അരച്ചെടുക്കുക, തേങ്ങാപ്പാലിൽ അരച്ചെടുക്കുക. എന്നിട്ടിങ്ങനെ ഒരു കോരി ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കുക. പാലപ്പത്തിൻ്റെ പൂവപ്പം. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.
ഉണ്ടാക്കി നോക്കണം. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. എൻ്റെ ചാനൽ മറന്നു പോകണ്ട. ചാനൽ കേരളം ബൈ ശോശാമ്മ. പൂവപ്പം കണ്ടോ? കണ്ടില്ലെന്ന് പറയണ്ട. പൂവിൻ്റെ അതള് പോലെ